ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഫ്താർ സ്നാക്സും ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല 2 റെസിപ്പീസുമായിട്ടാണ്. ഒരെണ്ണം പൊറോട്ട പൂരിയുടെ റെസിപ്പിയാണ്, നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പൂരി റെസിപ്പിയാണ്. പിന്നെ രണ്ടാമത്തത് ചിക്കൻ വെള്ളക്കുറുമയുടെ റെസിപ്പിയാണ്. കിഡിലൻ രുചിയിലുള്ള സിമ്പിളായിട്ടുള്ളൊരു വൈറ്റ് കുറുമ റെസിപ്പിയാണ്. അപ്പോൾ ഇത് രണ്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് രണ്ടും കൂടി നല്ലൊരു കോമ്പിനേഷൻ വരുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യം പൊറോട്ട പൂരി റെസിപ്പിയിലേക്ക് പോവാം. പൊറോട്ട പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പൊറോട്ട ഒന്ന് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പൊറോട്ട ഒന്നല്ല കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതിൻ്റെ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, കുഴയ്ക്കൊന്നും വേണ്ട, മുട്ട ചേർക്കേണ്ട, പാല് ചേർക്കേണ്ട, അതൊന്നും ഇല്ലാത്ത നല്ല സിമ്പിളായിട്ടുള്ള ഒരു പൊറോട്ട റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ടൊരു ബൗളിലേക്ക് ഞാൻ 4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ ഒരു പൊറോട്ട ഉണ്ടാക്കുന്നത് സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക, മാവ് കുഴച്ചെടുക്കുക. അപ്പം മൈദപ്പൊടിയും ഉപ്പും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 4 കപ്പ് മൈദപ്പൊടിയിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. സാധാ പച്ച വെള്ളമാട്ടോ എടുക്കുന്നത്. അപ്പോൾ ചിലപ്പം 1.5 കപ്പോളം വേണ്ടി വരില്ല. അപ്പം ഇപ്പം ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ 1.5 കപ്പോളം വേണ്ടി വരില്ല. അപ്പോൾ 1 കപ്പ് ആദ്യം ഒഴിച്ചിട്ട് പിന്നെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള ഈ പൊറോട്ടേൻ്റെ റെസിപ്പിയിൽ മാവ് ഇങ്ങനെ ഒരുപാട് നേരം വെച്ച് കുഴയ്ക്കുന്ന അങ്ങനത്തെ ഒരു പണിയേ ഇല്ല, അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിലും പൂരി ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പം 1.5 കപ്പ് കറക്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, 4 കപ്പ് മൈദപ്പൊടിയിലേക്ക്. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി കൈ ഒന്ന് കഴുകി വന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അല്ലാണ്ട് മാവ് കുഴച്ചെടുക്കേണ്ട ഒരു ആവശ്യം തന്നെ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു ചെറിയൊരു മാവ് പരുവത്തിലാക്കിയെടുക്കുക. ആ ഒരു പൊടി മാവ് പരുവത്തിലാക്കിയെടുക്കുക. ഇതങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊരു പരുവായിരിക്കും. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും ചെയ്യേണ്ട, ഇത് കണ്ട് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. വേറൊരു പാത്രത്തിലാണ് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് നമ്മൾ ബോൾസ് ആക്കിയിട്ട് ഈ ഓയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിലൊട്ടും പിശുക്ക് കാണിക്കരുത്. ഈ മാവ് ഓയിൽ വലിച്ചെടുക്കൊന്നുമില്ല. നമുക്കിത് ലാസ്റ്റ് കാണിച്ചു തരാം ഞാൻ ഓയിൽ ബാക്കി വരുന്നത്. ഇനി ഓയിലിൽ കൈയൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക. ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഓരോ ബോൾസ് ആക്കി എടുക്കുക. ഇങ്ങനെ പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് കൈ കൊണ്ടൊന്ന് റോൾ ചെയ്തിട്ട് ബോളാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പം ചെറിയ പൂരിയാണ് വേണ്ടത്. പക്ഷെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയിട്ട് ഒരു പൊറോട്ട 2 എണ്ണം ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. കാരണം ചെറിയ ബോൾസ് ആക്കി എടുക്കുമ്പോൾ നമ്മൾ അത്രയും പൊറോട്ട ഉണ്ടാക്കണമല്ലോ. അപ്പം ഒരെണ്ണം നമ്മൾ റോൾ ചെയ്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പം ഏകദേശം ഒരു മീഡിയം സൈസ്, നമ്മളൊരു പൊറോട്ടയുടെ സൈസ് ബോളാക്കിയിട്ട് തന്നെ നമ്മളിതുപോലെ ഈ ഓയിലിൽ നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പൊറോട്ട റെസിപ്പി ഷെയർ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് ഒരുപാട് നല്ല കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പൊറോട്ട. അപ്പോൾ ദാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഓയിൽ ഇങ്ങനെ വെക്കുന്നതാണ് ഈ ഒരു പൊറോട്ടയുടെ സീക്രട്ട്. വേറെ ഒന്നുമില്ല, ഇങ്ങനെ വെച്ചാൽ തന്നെ മതി, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ ഓയിലിൽ വെച്ചിട്ട് നമ്മളൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് മസ്റ്റായിട്ടും വെക്കണം കേട്ടോ. അങ്ങനെ അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ വെക്കണം, അത് നിർബന്ധമാണ്. ഇനി നമുക്ക് 1 മണിക്കൂറിന് ശേഷം ബാക്കി പരിപാടികൾ ചെയ്യാം.
അപ്പോൾ കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പൊറോട്ട ഒന്ന് റെഡിയാക്കി എടുക്കാം. മാവ് ഒക്കെ നന്നായിട്ട് ഓയിലൊക്കെ നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇനി ഈ മാവ് കുഴച്ചെടുക്കാനൊന്നും പാടില്ല കേട്ടോ. കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം ഫ്ലോപ്പാവും. അപ്പോൾ കുഴച്ചെടുക്കരുത്. ഇത് ഇതേപോലെ എടുത്തിട്ട് നന്നായിട്ട് തിന്നാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കുക. കൈകൊണ്ട് പരത്തിയാൽ മതി. റോളിംഗ് പിൻ വെച്ചിട്ടൊന്നും പരത്തിയെടുക്കണ്ട. കൈകൊണ്ട് ഇതാ ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക. മാക്സിമം തിന്നാക്കാൻ പറ്റുന്നോളം തിന്നാക്കി കൊടുക്കുക. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് 2 പൂരി വരെ റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ വലിയൊരു പൂരിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പം ഒരെണ്ണം വലിയ പൂരിയാക്കി കാണിച്ചു തരാം. രണ്ടാമത്തെ ഞാൻ 2 എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങനെ നീട്ടിയിട്ട് ഒന്നിങ്ങനെ ചുരുട്ടിയെടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വലിച്ച് നീട്ടുന്ന സമയത്ത് അത് പൊട്ടിപ്പോകരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ പൊറോട്ടയ്ക്ക് ഇങ്ങനെ മാവ് ചുരുട്ടിയെടുക്കുന്ന പോലെ ചുരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ട പെർഫെക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാവുന്നത് ഇതാ ഇതുപോലെ ഇങ്ങനെ മാവ് ഇതങ്ങനെ വീർത്ത് വരും. അപ്പോൾ ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണ തടവിയിട്ടുള്ളൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. എണ്ണ തടവാണ്ട് നമ്മൾ പ്ലേറ്റിൽ നേരെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കുന്ന സമയത്ത് ഒട്ടി പിടിച്ച് പോകും. അതുപോലെ ഓരോന്നും വിട്ട് വെക്കണം കേട്ടോ. അടുപ്പിച്ച് വെച്ചാൽ എടുക്കുന്ന സമയത്ത് അത് ഒട്ടി പിടിക്കും കേട്ടോ. ഞാനങ്ങനെ വെച്ചപ്പോൾ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു പൊറോട്ട 2 പൂരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൊറോട്ട ഇതുപോലെ ചുരുട്ടിയെടുത്ത ശേഷം 2 ആക്കിയിട്ട് മുറിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് വലിച്ച് നീട്ടുമ്പോൾ പൊട്ടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാതും ഇങ്ങനെ പരത്തിയെടുക്കലും റോൾ ചെയ്യലൊന്നും വേണ്ട ആവശ്യമില്ല. ഒരൊറ്റ തവണ പരത്തിയിട്ട് പിന്നെ നമ്മൾ ഒരു പൊറോട്ട 2 ആക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാതും ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അടുപ്പിച്ച് വെക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എടുക്കുന്ന സമയത്ത് അത് ഒട്ടി പിടിച്ച് പോകും കേട്ടോ. പിന്നെ കൂടുതലും വലിയ പൂരിയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. കുറച്ച് മാത്രമേ ചെറുതുള്ളൂ. ഇനി നമ്മുടെ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു പാനോ ചൂടാക്കിയിട്ട് നല്ല എണ്ണ മുങ്ങി കിടക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഓയിലാണിത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഓയിൽ ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് 1/4 കപ്പോളം ബാക്കി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നും എണ്ണയുടെ ചൂട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. എണ്ണയുടെ ചൂടൊരു നല്ലോണം ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. എണ്ണ ചൂടില്ലെങ്കിൽ പിന്നെ നന്നായി കിട്ടില്ല കേട്ടോ. ഇനി റോളിംഗ് പിന്നിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം ഇതുപോലെ പതുക്കെ വേണം പരത്താൻ കേട്ടോ. വല്ലാണ്ട് അമർത്തി പരത്തരുത്. എന്നാൽ നല്ല വട്ടത്തിൽ ഇതുപോലെ പരത്തി കൊടുക്കുകയും ചെയ്യാം. കൈകൊണ്ട് പരത്തിയാൽ ശരിയാവില്ല കേട്ടോ. എല്ലാ വശവും ഒരേ സൈസ് ഒരേ തിക്നെസ് കിട്ടണം പൂരിക്ക്. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് പരത്തിയാൽ ശരിയായില്ല. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ കൈകൊണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മുടെ പൂരി ഇതാ ഉണ്ടാക്കാൻ പോകുന്നത്. എണ്ണയുടെ ചൂട് ശ്രദ്ധിക്കുക. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. ചൂട് കുറവാണെങ്കിൽ പിന്നെ വിചാരിച്ച ഒരു ഇതുപോലെ ഇങ്ങനെ പഫി ആയിട്ട് വരില്ല. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത പാടനെ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പം ചെയ്യുന്ന പോലെ മുകളിൽ ഇതാ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ബബിൾസ് ആയിട്ട് വരും. ഒറ്റ പൊള്ളനായിട്ട് വരില്ല കേട്ടോ. പഫായിട്ട് ഒന്നാകെ പഫായിട്ട് വരില്ല. എന്നാലും കുറേയൊക്കെ വീർത്ത് വരും. അത് നമ്മൾ പരത്തുന്നൊക്കെ ഇതിനനുസരിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്രിസ്പാവും. അതുപോലെ തന്നെ ഈ ഒരു പൊറോട്ട നല്ല ക്രിസ്പി ആയിട്ടും കഴിക്കാം, പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും കഴിക്കാം. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ക്രിസ്പി ആയിട്ടാണ്. അതായത് 2 വശവും നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ കുക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ അപ്പം തന്നെ നമ്മൾ എടുത്ത് മാറ്റും. കാരണം ഒരുപാട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പൂരി ക്രിസ്പാവും. അപ്പോൾ ചിലർക്ക് ക്രിസ്പായിട്ട് ഇഷ്ടമുണ്ടാവും, ചിലർക്ക് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇഷ്ടം. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ ക്രിസ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 വശം നല്ല ഗോൾഡൻ ആവുന്ന വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഇതിങ്ങനെ പരത്തി വെക്കാൻ പറ്റില്ല. പരത്തലും ചുടലും ഒരുമിച്ച് ചെയ്യണം. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത പാടന്നെ ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ വീർത്ത് വരും.
അപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ആ ഒരു കളർ മാറുന്നതിന് മുമ്പ് നമ്മൾ കോരി മാറ്റുവാണെങ്കിൽ നമ്മൾ സോഫ്റ്റായിട്ടുള്ള പൂരിയാവും. പക്ഷേ അതിൽ എണ്ണ ഒത്തിരി ഉള്ള പോലെ തോന്നും സോഫ്റ്റ് ആകുമ്പോൾ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ 1-2 അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതായിരിക്കും നല്ലതെന്നുള്ളത്. എന്തായാലും ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്, നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ പൂരി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ചിക്കൻ കുറുമ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് ഞാൻ ആദ്യം സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു 3 സവോളയും കുറച്ചധികം പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കുക. കാരണം നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ആ ഒരു കളറൊന്ന് മാറി ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അതായത് ഈ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഇതിൻ്റെ 3ൻ്റെയും പച്ച മണം മാറിയിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ആ സെയിം പാനിലേക്ക് തന്നെ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചിക്കൻ തൈസ് മാത്രം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഫ്രോസൺ തൈസ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് റോ സ്പൈസസ്, അതായത് ഏലക്ക, ഗ്രാമ്പു, ജാതിപത്രി, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത്, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കരുതിട്ട് കുരുമുളകൊക്കെ, അപ്പം നമ്മുടെ കറിയുടെ കളറ് മാറിപ്പോവും. എല്ലാം കുറേശ്ശെ ചേർക്കണം. പിന്നെ ഗരം മസാലപ്പൊടി ഞാൻ ചേർക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിയുടെ കളറ് മാറരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ റോ സ്പൈസസ് ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ തേങ്ങാപ്പാലുണ്ടല്ലോ, തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് കേട്ടോ ചേർക്കുന്നത്. കട്ടിപ്പാൽ ചേർക്കരുത്, 2ാം പാൽ ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 1 കപ്പ് 2ാം പാലാണ് ചേർത്തിട്ടുള്ളത്. ബാക്കി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. വേറെ ഒന്നും ചേർക്കരുത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ചേർക്കരുത്. അപ്പോൾ ഈ ഒരു കറിയുടെ കളറ് മാറും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ സവോളയിലേക്ക് ചേർത്തതുകൊണ്ട് ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്, പിന്നെ ഫ്ലെയിം ഓൺ ചെയ്തത്. അപ്പോൾ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നല്ലൊരു മണമായിരിക്കും ഇത് തുറക്കുന്ന സമയത്ത്. റോ സ്പൈസസും അതിൻ്റെ കൂടെ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ കൂടെ ഫ്ലേവർ ചിക്കനിൽ നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കണം. നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മണമൊക്കെ നന്നായിട്ട് ഈ ചിക്കനിൽ വരണം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് അവിടെ കുക്കാവട്ടെ. അപ്പോഴേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സവോള മിക്സ്ചർ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 10 അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഇല്ലയെന്നാണെങ്കിൽ അതിന് പകരം 1 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുക. കുറേ ചേർക്കരുത്, 1 പിടി മാത്രം ചേർക്കുക. പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് ചേർക്കുന്നത് കേട്ടോ. 1ാം പാലല്ല, 2ാം പാലാണ് ചേർക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക. ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നും ചേർക്കരുത് കേട്ടോ. സ്പൈസ് പൗഡേഴ്സായിട്ട് മല്ലിപ്പൊടി മാത്രം ചേർത്താൽ മതി. ഗരം മസാലപ്പൊടിയും ചേർക്കേണ്ട, കാരണം നമ്മളിതിലേക്ക് ആദ്യം റോ സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ വേണം നമുക്ക് ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതിൻ്റെ കളർ കണ്ടോ, ഒരു പച്ച കളർ വരുന്നുണ്ടല്ലോ. അത് നമ്മൾ പച്ചമുളക് കുറച്ചധികം ചേർത്തിട്ടുണ്ട്. ഇതിൽ എരിവിനായിട്ട് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പച്ചമുളക് ഇങ്ങനെ നമ്മൾ വഴറ്റിയെടുത്ത ശേഷം അരച്ചെടുക്കുമ്പോൾ. ഇനിയിപ്പം അത്രയും പച്ചമുളക് ചേർത്തില്ലെങ്കിൽ ഈ ഒരു കളർ വരില്ല കേട്ടോ. അതുപോലെ പച്ചമുളക് ചിക്കൻ വേവിക്കുമ്പോൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കളർ വരില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയിലായിരിക്കും ഈ ഒരു കറി ഉണ്ടാവേണ്ടത്. അപ്പോൾ ചിലർക്ക് ഇത്രയും കട്ടി വേണ്ട എന്നാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ കേട്ടോ. ഈ ഒരു മിക്സ് ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തിളയ്ക്കണം. അതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റ് കട്ടിപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലിൻ്റെ 1ാം പാൽ ലാസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് തിളച്ച ശേഷം. അപ്പോൾ കണ്ടോ, ചെറുതായിട്ട് എണ്ണ അങ്ങനെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിൽ തേങ്ങാപ്പാലിൻ്റെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ 1 കപ്പിന് കുറച്ചുകൂടെ കൂടുതലുണ്ടാവും.
അതൊക്കെ നമ്മുടെ എന്താ പറയുക ആ കറീൻ്റെ തിക്നെസ്സൊക്കെ എത്ര വേണം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം ഒരുപാട് തിളയ്ക്കരുത്. ഒരൊറ്റ തിള വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റത്തെ തിള വന്ന് ഒരു മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് എടുക്കണം. ഒരുപാട് നേരം തിളച്ചിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞ പോലെ ആവും കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറിക്ക്. കണ്ടോ, ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത് നമുക്ക്. ഒരുപാട് കട്ടി വേണ്ട, എന്നാൽ ഒരുപാട് തിന്നാവാനും പാടില്ല. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ അവിടെ തിളയ്ക്കുന്നുണ്ട്. വല്ലാണ്ട് വെട്ടി തിളയ്ക്കാൻ സമ്മതിക്കരുത്. അതിന് മുമ്പേ നമ്മൾ ഓഫ് ചെയ്യണം. അപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതാ ഈ ഒരു പരുവാണ് വേണ്ടത്. ഈ ഒരു കറി ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ വൈറ്റ് കുർമ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ പൊറോട്ട പൂരിയും ചിക്കൻ വൈറ്റ് കുർമയും നല്ല കോമ്പിനേഷനാണ്. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള 2 ഡിഷാണ്. അപ്പോൾ നോമ്പിനൊക്കെ എല്ലാവർക്കും അധികം സ്പൈസസ് ഒന്നും ഇല്ലാത്ത വിഭവങ്ങളായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ ഒരു ചിക്കൻ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ പൂരിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ്. ചിലർക്ക് ക്രിസ്പി ആയിട്ട് ഇഷ്ടമില്ല എന്നാണെങ്കിൽ നമ്മൾ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് ആ കളറ് മാറാൻ നിൽക്കേണ്ട, അതിന് മുമ്പേ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾ 2 രീതിയിലും ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു പൂരിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി, ചിക്കൻ വൈറ്റ് കുർമ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഇഫ്താർ വിഭവങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പൊറോട്ട പൂരിയും ചിക്കൻ വൈറ്റ് കുർമയും പിന്നെ കാബേജ് ഉപ്പേരിയും ആയിരുന്നു. ചായ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട പൂരിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടോ ഒക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.